ഹലോ ഫ്രണ്ട്സ്, മമ്മൂട്ടിയെ നായകനാക്കി മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ് തിയേറ്ററുകളിൽ എത്തിയിട്ട് 5 ദിവസം പിന്നിടുന്നു. ചിത്രം തിയേറ്ററുകളിൽ ഹിറ്റായോ? ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ് മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ പരാജയ ചിത്രമാണോ? വിശദമായി നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ മമ്മൂട്ടി കമ്പനിക്ക് ഒരു സ്ഥാനമുണ്ട്. വളരെ കുറച്ച് ചിത്രങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമാ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ, വിശ്വാസത്തിലെടുക്കാൻ മമ്മൂട്ടി കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പു നൽകുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ അണ്ടറിൽ വരുന്ന സിനിമകൾ. ഒരു ഹൈപ്പും പ്രൊമോഷൻ പരിപാടികളോ ഇല്ലാതെയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ് തിയേറ്ററുകളിലെത്തിയത്. തിയേറ്ററുകളിലെത്തുമ്പോൾ കാണികൾക്ക് ആകെയുള്ള വിശ്വാസം മമ്മൂട്ടി കമ്പനിയിലായിരുന്നു. എന്നാൽ ആ വിശ്വാസം മമ്മൂട്ടി കമ്പനി നിലനിർത്തിയെന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള റെസ്പോൺസ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ്. ആദ്യ വീക്ക് കഴിയുമ്പോൾ ചിത്രം എത്ര കോടി നേടും എന്ന് നമുക്ക് നോക്കാം. 4 ദിവസത്തെ യഥാർത്ഥ കണക്ക് വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആദ്യ 4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 6.35 കോടി രൂപയാണ് ഡൊമിനിക് കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.45 കോടി രൂപയും ഓവർസീസ് ആണ് 7 കോടി രൂപയാണ്. അതായത് കേരള കളക്ഷനിലും കൂടുതൽ പുറത്തു നിന്നാണ് ഡൊമിനിക് കളക്ട് ചെയ്തത്. അങ്ങനെ 4 ദിവസം കൊണ്ട് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി 14.80 കോടി രൂപയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ് കളക്ട് ചെയ്തത്. ആകെ ചിത്രത്തിൻ്റെ മുടക്കുമുതൽ 6 കോടി രൂപയാണ്. എങ്കിൽ ചിത്രം ഇപ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. മമ്മൂട്ടിയുടെ തന്നെ നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദി കോർ എന്നീ ചിത്രത്തിൻ്റെ കളക്ഷനെ ഇപ്പോൾ തന്നെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ് മറികടന്നിട്ടുണ്ട്. 5-ാം ദിവസം ചിത്രം തിയേറ്ററുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് 50 to 60 ലക്ഷം രൂപയാണ്. കേരളത്തിൽ നിന്ന് മാത്രമാണിത്. വേൾഡ് വൈഡ് 1 കോടി രൂപ ചിത്രം പ്രതീക്ഷിക്കുന്നു. ആദ്യ വീക്ക് പിന്നിടുമ്പോൾ വേൾഡ് വൈഡായി 17 to 18 കോടി രൂപയോളം ചിത്രം കളക്ട് ചെയ്യും. എങ്കിൽ ആദ്യ 10 ദിവസത്തിനുള്ളിൽ 20 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് പോലും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ പരാജയ ചിത്രമാകുമെന്നാണ് സിനിമാ പ്രേക്ഷകർ കരുതിയത്. എന്നാൽ പതിഞ്ഞ താളത്തിലാണെങ്കിലും ചിത്രം ഹിറ്റ് ചാർട്ടിലേക്ക് കടക്കുകയാണ്. 6 കോടി ബഡ്ജറ്റിലാണ് ചിത്രം നിർമ്മിച്ചത്. ഇപ്പോൾ തന്നെ 14 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു. മമ്മൂട്ടി ആരാധകർ വേണ്ടത്ര ഈ ചിത്രത്തെ ശ്രദ്ധിച്ചിട്ടില്ല. കുടുംബ പ്രേക്ഷകരാണ് ഇപ്പോൾ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കളക്ഷനിൽ വൻ കുറവും വരുന്നത്. ആദ്യം 3-4 ദിവസങ്ങളിൽ 1 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഒരു ബോറടിയുമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ്. മമ്മൂട്ടി എന്ന മെഗാ താരത്തെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയില്ല. മമ്മൂട്ടിയുടെ പീക്ക് ലെവലാണ് ഇപ്പോൾ. എന്നാലും ഈ ഒരു സമയത്ത് ഇതുപോലൊരു ചിത്രം മറ്റൊരു സൂപ്പർ സ്റ്റാറും ചെയ്യില്ല. കാരണം ഒരു കൊച്ചു ചിത്രമാണിത്.